ഹായ് വ്യൂവേഴ്സ്, ഇന്നത്തെ നമ്മുടെ ഒരു റെസിപ്പീസ് ആർ സിമ്പിളിൻ്റെ ഒരു ഒറിജിനൽ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അതിന് മുമ്പ് ഇന്നത്തെ ടെസ്റ്റിമോണിയൽസ് നോക്കാം. നമ്മുടെ മീൻ ചട്ടിക്കറി റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഫോട്ടോ അയച്ചിരിക്കുന്നു അനിത നായർ. ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. നിങ്ങൾ റെസിപ്പീസ് ട്രൈ ചെയ്താൽ മറക്കാതെ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യൂ, എനിക്ക് ഇമെയിൽ അയക്കൂ. ഈ റെസിപ്പീസ് ടെസ്റ്റിമോണിയൽ സെക്ഷനിൽ പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കറ്റാർ വാഴ വെച്ചുണ്ടാക്കുന്ന ഫ്രഷ് സമ്മർ സാലഡാണ്. അലോവേര മിക്സ്ഡ് സമ്മർ സാലഡ്. ഈ സാലഡിൽ അലോവേരയും മിക്സ്ഡ് ഫ്രൂട്ട്സ് യൂസ് ചെയ്തിട്ട് നല്ലൊരു റിഫ്രഷിംഗ് ആയിട്ടുള്ള സാലഡാണ്. ഈ ചൂടുകാലത്ത് പെട്ടെന്ന് റിഫ്രഷ്ഡ് ആൻഡ് റിജുവിനേറ്റഡ് ആവാൻ പറ്റിയ ഒരു സാലഡാണ്. എക്സസൈസ് അല്ലെങ്കിൽ മോർണിംഗ് വാക്കൊക്കെ കഴിയുമ്പോൾ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി സാലഡ്. അലോവേരൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ ബോഡിയിൽ നിന്നുള്ള ടോക്സിൻസ് റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ ഡൈജഷനെ എയ്ഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് അലോവേര. പിന്നെ ഇതിൻ്റെ കൂളിംഗ് ആൻഡ് സൂതിങ് പ്രോപ്പർട്ടീസ് കാരണം നമ്മുടെ ബോഡി ഒന്ന് തണുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ചൂടുകാലത്ത് പ്രത്യേകിച്ചും നല്ലതാണ്. കിഡ്നീസ്, ലിവർ, ഗോൾ ബ്ലാഡർ ഇതിൻ്റെ ഒക്കെ ഫങ്ഷനിങ്ങിന് ഇത് ബെനിഫിഷ്യലാണ്. പിന്നെ സ്കിന്നിന് ഉള്ള ബെനിഫിറ്റ്സ് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് ടോപ്പിക്കൽ സൊല്യൂഷനായിട്ട് മുഖത്തും മേത്തൊക്കെ പറ്റാനും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഇൻറ്റേർണലി കഴിക്കാനും ഇത് വളരെ നല്ലതാണ്. അലോവേരയ്ക്ക് ചെറുതായിട്ടൊരു ലാക്സേറ്റീവ് എഫക്റ്റ് ഉള്ള കാരണം ഗർഭിണിയായ സ്ത്രീകൾക്കും 5 വയസ്സിൽ താഴെയുള്ള ചെറിയ കുട്ടികൾക്കും ഇത് റെക്കമെൻഡഡ് അല്ല. വെയിറ്റ് കുറയ്ക്കാൻ നോക്കുമ്പോൾ ഇങ്ങനത്തെ ഒരുപാട് വെറൈറ്റി സാലഡ്സ് വളരെ നല്ലതാണ്. ഇത് ഒരു സ്വീറ്റ് സാലഡാണ്. നാച്ചുറൽ സ്വീറ്റ്നെസ് കാരണം വളരെ റിഫ്രഷിങ് ആൻഡ് ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. ആദ്യം നമുക്ക് 2 ടീസ്പൂൺ ബേസിൽ സീഡ്സ്, നമ്മുടെ കറുത്ത കസകസ, നമ്മൾ നോമ്പ് കാലത്ത് നാരങ്ങ വെള്ളത്തിലൊക്കെ ഇടുന്ന ആ കസകസ, അത് 2 ടീസ്പൂൺ 3 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെക്കണം. ഇനി ഇവിടെ 500 ഗ്രാംസ് ഉള്ളൊരു കറ്റാർ വാഴയുടെ ഒരു വലിയ പീസാണ്. ഒരു വിധം നല്ല വലിയ പീസാണ് ഞാൻ എടുത്തേക്ക്. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. പലരും കറ്റാർ വാഴ കൃഷി ചെയ്യുന്നവരുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ കഴിയുന്നതും വലിയ പീസ് എടുക്കാൻ നോക്കുക. ചിലപ്പോൾ ചെറിയ പീസിന് ഒരു കയ്പ്പ് ചുവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തായാലും സാലഡിൽ ചേർക്കുന്നതിന് മുമ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഞാനിവിടെ യൂസ് ചെയ്യുന്നതിന് തീരെ കയ്പ്പ് രസമൊന്നുമില്ല. നല്ല ക്ലീൻ ടേസ്റ്റാണ്. അപ്പോൾ ഇത് നന്നായി കഴുകി വൈപ്പ് ചെയ്തതിന് ശേഷം നമുക്കിത് പീൽ ചെയ്യണം. പീലർ അല്ലെങ്കിൽ കത്തി ഉപയോഗിച്ച് പീൽ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഫ്ലഷ് മാത്രം മതി. പിന്നെ ഈ പീൽ ചെയ്ത് കളയാൻ പോകുന്ന സ്കിന്നിലും കുറച്ച് ജെല്ല് ബാക്കി നിൽക്കുന്നുണ്ടാവും. അതും നമുക്ക് യൂസ് ചെയ്യാം. ഒരു ക്വിക്ക് ഫേഷ്യൽ ആയാലോ. ഈ ജെല്ല് സ്ക്രേപ്പ് ചെയ്തെടുത്തിട്ട് ഒരു ഗ്ലാസ് ഐസ് നിറച്ചിട്ട് അതിൽ കൂടി ചേർത്ത് ആ കിട്ടുന്ന ജെല്ല് മുഴുവൻ ഇതിൽ ചേർത്തെടുത്തിട്ട് ഐസും ആ ജെല്ലും ചേർത്ത് നമുക്ക് സ്കിന്നുമിൽ മസാജ് ചെയ്താൽ വളരെ നല്ലൊരു ഫേഷ്യലാണ്. സ്കിന്നിന് ഒരുപാട് നല്ലതാണ്. റിഫ്രഷ്ഡും ആവും. സ്കിന്നൊക്കെ നല്ലൊരു ടൈറ്റ് ആവാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഞാൻ അലോവേര വെച്ച് വല്ലതും ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ ചെയ്യാറുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഐസ് മസാജ് ഫേഷ്യൽ ചെയ്യാറുണ്ട്. മിക്കപ്പോഴും എന്തെങ്കിലും ഫേസ് ക്രീം ഐസിൽ ചേർത്തിട്ടാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ പണ്ട് കല്യാണമൊക്കെ കഴിക്കുന്നതിന് മുമ്പ് ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇതുപോലെ ഐസിൽ ക്രീമൊക്കെ ഇട്ട് ഞാൻ ഫേഷ്യൽ ചെയ്തിട്ട് പിന്നെ ആ കപ്പ് ഞാൻ കൊണ്ട് കിച്ചണിൽ വെച്ചിരുന്നു. അന്ന് വീട്ടിൽ എൻ്റെ ഉമ്മയും ഞാനും ഒരു ജോലിക്കാരത്തിയും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറേ സമയം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തിനോട് പറഞ്ഞു, ഒരു ചായ ഇട് നമുക്ക് കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഉമ്മയും ഞാനും കാത്തിരുന്നു ചായ കുടിക്കാൻ. അങ്ങനെ ചായ കൊണ്ടുവന്ന് ഞങ്ങൾ കുടിച്ചു. അപ്പോൾ ചായക്ക് വല്ലാത്തൊരു പൊട്ട ടേസ്റ്റ്. അപ്പോൾ ഉമ്മ ചോദിച്ചത് ഏത് പാലാണ്, പാല് ചീത്തായി തോന്നുന്നത്, ഇത് എന്തൊരു ടേസ്റ്റാണ്. അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു, അവിടെ വെച്ചിരുന്നില്ലേ പാല് ഒരു കപ്പിൽ, അത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്, അത് ഇന്നത്തെ ഫ്രഷ് പാലല്ലേ. ഇത് കേട്ട് ഞാൻ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഞാൻ ഫേഷ്യൽ ചെയ്ത ക്രീമും ഐസും വെള്ളവും വെച്ചിട്ടാണോ എനിക്ക് ചായ ഉണ്ടാക്കി തന്നത് എന്ന് ചോദിച്ചപ്പോഴും എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു പണ്ട്. അപ്പോൾ ബാക്ക് ടു ദ റെസിപ്പി. നമ്മുടെ അലോവേര ജെല്ല് പീൽ ചെയ്തതിന് ശേഷം അതിൻ്റെ സ്കിന്നൊന്നും ബാക്കി ഒട്ടും തന്നെ ഉണ്ടാവരുത്, ആ പച്ച കളർ. ഇത് നമുക്ക് ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ഫ്രൂട്ട്സ് എടുക്കാം. ഇവിടെ ഒരു വലിയ ആപ്പിൾ എടുക്കാം, അല്ലെങ്കിൽ ഞാനിവിടെ 2 ചെറിയ സൈസ് ആപ്പിളാണ് എടുത്തിരിക്കുന്നത്. അതും ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇടാം.
ആപ്പിളും ഇട്ടു. ഇനി നമുക്ക് ഇതിന് ബാക്കി ആവശ്യമുള്ള ഫ്രൂട്ട്സ് ഓറഞ്ചാണ്. സാധാരണ ഈ സ്മോൾ സൈസ് മാൻഡറിൻ ഓറഞ്ച് ഉണ്ടെങ്കിൽ അതൊരു 2 മതി, അത് നല്ല ടേസ്റ്റാണ്. പക്ഷെ ഇന്ന് ഇവിടെ നോക്കിയപ്പോൾ ഈ ഓറഞ്ചിന് ചെറിയൊരു കയ്പ്പ് രസമുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ വലിയ ഓറഞ്ചാണ് ഉപയോഗിക്കുന്നത്, കൂടുതൽ സ്വീറ്റാണ്. വലിയ ഓറഞ്ച് ഉപയോഗിക്കണമെങ്കിൽ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് എടുക്കാം. അതിൻ്റെ നാരും കുരുവും ഒക്കെ കളയണം. അതും കട്ട് ചെയ്ത് നമുക്ക് ഈ സാലഡിലേക്ക് ചേർക്കാം. ഇനി ബ്ലൂബെറീസ് എടുക്കുന്നുണ്ട്. ഒരു 1/2 കപ്പ് ബ്ലൂബെറീസ് അതും കൂടി ചേർത്തിട്ടുണ്ട് നന്നായി കഴുകിയതിന് ശേഷം. പിന്നെ സ്ട്രോബെറി കട്ട് ചെയ്ത് ഒരു 4 പീസൊക്കെ ആക്കി മുറിച്ചതിന് ശേഷം അതും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. സ്ട്രോബെറി ഇവിടെ ഞാനൊരു 10-12 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഫ്രഷ് സമ്മർ സാലഡിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് നല്ല ഫ്രഷ് ആയിട്ടുള്ള പുതിന ഇലയാണ്. ഇതൊരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ട് നന്നായി ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് അതും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച ആ ബേസിൽ സീഡ്സ്, നമ്മുടെ കറുത്ത കസകസ, അത് നന്നായി ഇങ്ങനെ സോക്കായിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വെച്ച് നല്ലൊരു ടെക്സ്ചർ കിട്ടുന്നതാണ്. പിന്നെ നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് റോസ് വാട്ടർ. 2 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വെച്ചിട്ട് എല്ലാ ഫ്രൂട്ട്സൊക്കെ നല്ല ഒരു എസൻസ് കിട്ടും, നല്ല ഫ്രഷ് മണം, അതൊക്കെ കൂടി ചേർന്ന് വരുമ്പോൾ നല്ലൊരു പ്രത്യേക രുചിയാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ തീരെ ഷുഗർ ഒന്നും ആഡ് ചെയ്യണില്ല. ഫ്രൂട്ട്സിൻ്റെ സ്വീറ്റ്നെസ് വെച്ചിട്ടാണ് ഈ സാലഡിൻ്റെ മധുരം കിട്ടുന്നത്. റോസ് വാട്ടറും ആ ഫ്രൂട്ട്സിൻ്റെ ജ്യൂസസും അതിൻ്റെ സ്വീറ്റ്നെസ്സൊക്കെ നമ്മുടെ അലോവേരയ്ക്ക് പിടിക്കും. അപ്പോൾ അതിനും ഒരു ചെറിയ ലൈറ്റായിട്ടുള്ള ടേസ്റ്റ് ഉണ്ട്. ഇതിനി നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ സെർവ് ചെയ്യാം. വളരെ ഒരു റിഫ്രഷിങ് സാലഡാണ്. ഇത് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു കൂളിംഗ് എഫക്റ്റ് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.